ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു ഷവർമ്മ കഴിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അതുണ്ടാക്കാൻ വേണ്ടി പുറപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ആദ്യം ഉണ്ടാക്കിയ റാപ്പ് ഇതാകെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. അപ്പോൾ അതൊക്കെ ഒരു തരികിട പരിപാടികൾ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള സക്സസ് ആയിട്ടുള്ള റെസിപ്പിയിലേക്ക് പോകാം. മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്ത ഇറച്ചിയാണ്. അതിന് ഞാൻ ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. ഒന്നുകിൽ മസാല പുരട്ടിയിട്ട് ഒന്ന് ചട്ടിയിലിട്ട് ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം ചെറിയ പീസാക്കിയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ പീസാക്കിയതിന് ശേഷം കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഗാർലിക് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വെളുത്തുള്ളി നല്ല ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടാണ് നിങ്ങളിത് ബാക്കി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കുഴക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഷവർമ്മയുടെ ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ജീരകം പൊടിച്ചതും ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ സുമാക്കുള്ളത് കൊണ്ട് അത് ചേർത്തിട്ടുണ്ട്. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചി ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ചുക്കുപൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി റാപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 2 ആൾക്ക് വേണ്ടിയിട്ട് 6 കോഴിമുട്ട വെള്ളയും മഞ്ഞയും വേർതിരിച്ചെടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. ഇതൊരു ടാസ്ക്കാണ്, ഞാൻ പലതരത്തിൽ ചെയ്യലുണ്ട്. ഇപ്പോൾ ദാ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഗാർലിക് പൊടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കാം. അത് ഇതിൻ്റെ ഒരു എഗ്ഗിഷ് ടേസ്റ്റ് മാറ്റിത്തരും. ഇനി 4 ടേബിൾ സ്പൂണ് ബദാം പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. വീട്ടിൽ തന്നെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചൂടായൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു പറ്റ കട്ടിയില്ലാത്തതുമല്ല, എന്നാൽ നല്ല കട്ടിക്കുമല്ല, ആ ഒരു പാകത്തിനുള്ളൊരു ദോശ ആക്കിയിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായി വന്നതിന് ശേഷം ഇതിങ്ങനെ അടർത്തിയെടുക്കാം. ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണ് ഇത് ചുട്ടെടുത്തതെങ്കിലും കൂടിയിട്ട് നന്നായി മുരിഞ്ഞ് വന്നപ്പോഴാണ് ഇത് നന്നായിട്ട് ഇതിൽ നിന്ന് ഇളകി പോകുന്നത് കേട്ടോ. രണ്ടാമത്തെ ദോശ പൊടിഞ്ഞു പോയത് കൊണ്ട് ആ ഒരു ഭാഗം കവർ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടയുടെ മഞ്ഞ പൊരിച്ചെടുത്തിട്ടുണ്ട്. എന്താകുമെന്ന് നോക്കാം. നേരത്തെ മാറ്റി വെച്ച ഇറച്ചിയിലേക്ക് കാബേജ്, ക്യാരറ്റ്, ഉള്ളി, തക്കാളി, കക്കരിക്ക എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം, അത് നിർബന്ധമാണ്. മഗ്ദൂണീസ് ഇല കിട്ടുമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഷവർമ്മ സോസ് തയ്യാറാക്കുകയാണ്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ തഹിന, പിന്നെ ലാസ്റ്റ് നമ്മൾ വീഡിയോയിൽ കാണിച്ച മയണൈസ്, പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കെച്ചപ്പും. അപ്പോൾ അതിന് നിർബന്ധമില്ല, മയണൈസും കെച്ചപ്പും ഉണ്ടായാലും മതി. നല്ലോണം സോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ആ ഒരു ദോശയുടെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മസാല മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് സോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെജിറ്റബിൾസ് ആൻഡ് ഇറച്ചി മിക്സിലേക്ക് സോസ് മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. സാൻഡ്വിച്ച് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പൊതിഞ്ഞെടുക്കാം കേട്ടോ. ഇനി പിടിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ അതല്ലെങ്കിൽ വാഴയില വാട്ടിയതിലോ ഒക്കെ നിങ്ങൾക്ക് പൊതിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ കഴിക്കാനൊന്നും കൂടെ സുഖം ഉണ്ടാവും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ പൊടിഞ്ഞു പോയ രണ്ടാമത്തെ ദോശ. അപ്പോൾ ഞാൻ ആ ഒരു മുട്ടയുടെ മഞ്ഞ പൊരിച്ചെടുത്തതിലേക്ക് അതുകൂടി നിരത്തി വെച്ചിട്ട് ഇനി ഒരു ഇറച്ചി മിക്സ് കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് സോസും ചേർത്ത് കൊടുത്തിട്ട് മടക്കിയെടുക്കുകയാണ്. അപ്പോൾ എഗ് വൈറ്റ് കൊണ്ടുള്ള ദോശ മടക്കിയെടുക്കുന്നതിനേക്കാൾ എളുപ്പമുണ്ട് കേട്ടോ. ഈ മഞ്ഞ വെച്ചിട്ടുണ്ടാക്കിയത് മടക്കിയെടുക്കാൻ കയ്യിൽ ഒന്നും കൂടി പിടിക്കാനൊക്കെ ഒരു സുഖമുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഷവർമ്മ. അതിലേക്ക് അവക്കാഡോ ജ്യൂസ് കൂടി എടുത്തിട്ടുണ്ട്. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഫുള്ളായിരുന്നു വയറ്. പിന്നീട് നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്നോ ഒരു ക്രേവിങ്ങോ ഒന്നും തോന്നില്ല കേട്ടോ. രാത്രിയായിരുന്നു ഞാനിത് കഴിച്ചത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു റാപ്പ് കേടാകാനുള്ളൊരു കാരണം ചിലപ്പം കുറഞ്ഞ അളവിൽ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചട്ടി ചൂടാകുന്നതിന് മുമ്പ് തന്നെ ഒഴിച്ചു. അത് കാരണമായിരിക്കാം ഇതിങ്ങനെ പൊടിഞ്ഞു പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുമ്പ് നമ്മളൊരു എളുപ്പത്തിലൊരു റാപ്പിൻ്റെ ഒരു റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. ആ സമയം ഞാൻ ഇരുമ്പിൻ്റെ പാത്രത്തിലായിരുന്നു ചുട്ടെടുത്തിരുന്നത്. അന്ന് ഈസി ആയിട്ടാണ് ചെയ്തെടുക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഷവർമ്മയ്ക്ക് ഒരു കൊതിയൊക്കെ തോന്നുമ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ അതിനകത്ത് ഒഴിച്ച വെജിറ്റബിൾ ഓയിലാണ് എന്നെ മനസ്സുകൊണ്ട് മടുപ്പിക്കുന്നത്. കുബൂസ് ഒഴിവാക്കിയിട്ട് തിന്നുകയാണെങ്കിലും നമ്മൾക്ക് സോസിനകത്തുള്ള മധുരങ്ങളും അതേപോലെ വെജിറ്റബിൾ ഓയിലൊന്നും ഒരു കണക്കിന് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഞാൻ ചെയ്തെടുക്കാറാണ് പതിവ്. ഇനി ഇൻഷാ അല്ലാഹ് ഇതേപോലെ ചില സാൻഡ്വിച്ചുകളും ഒക്കെ ചെയ്ത് നോക്കണമെന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ മനസ്സിനും ഒരു സന്തോഷം തോന്നും, വയറിനും ഒരു നിറവ് തോന്നും. പിന്നീട് ഒരു ക്രേവിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഒന്നും ഇടയ്ക്ക് സ്നാക്കായിട്ട് കഴിക്കണം എന്നൊന്നും തോന്നില്ല കേട്ടോ.
അപ്പോൾ എന്തായാലും ഇത് ഇങ്ങനെ തന്നെ ജസ്റ്റ് സലഡാക്കി കണ്ട് ഇറച്ചിയൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സ് കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയായത് ഞങ്ങൾ രണ്ടുപേരും അതങ്ങനെ സ്പൂൺ കൊണ്ട് എന്താ പറയുക കോരിയെടുത്ത് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ബൈ.